എല്ലാവർക്കും നമസ്കാരം. ജോം കിറ്റിനെ പരിചയപ്പെടുത്തുന്ന 5ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 4 വീഡിയോകളും നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ലൈക്ക് ചെയ്തതിനും ഷെയർ ചെയ്തതിനും കമൻറ്റ് ചെയ്തതിനും നന്ദി. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആർക്ക് മാർക്കറും ആർക്ക് ഫ്രെയിമും ഉപയോഗിച്ച് ത്രികോണങ്ങൾ നിർമ്മിക്കുന്ന വിധമാണ്. ഒരു നിശ്ചിത അളവുകളിൽ ത്രികോണം നിർമ്മിക്കുന്ന വിധമാണ് ഇന്ന് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ആർക്ക് മാർക്കറും ആർക്ക് ഫ്രെയിമും നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇതാണ് ആർക്ക് ഫ്രെയിമും ആർക്ക് മാർക്കറും. ഇതാണ് ആർക്ക് മാർക്കർ. ആർക്ക് എന്ന് പറഞ്ഞാൽ ചാപം നിർമ്മിക്കുന്ന ഫ്രെയിമാണിത്. ഇതിലെ ആർക്ക് ഫ്രെയിമിലെ അളവുകൾ 90 മില്ലിമീറ്റർ, 100 മില്ലിമീറ്റർ, 110 മില്ലിമീറ്റർ, 120 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 9 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 11 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ അളവുകളിൽ ത്രികോണത്തിൻ്റെ വശം വരയ്ക്കാൻ കഴിയുന്ന ആർക്ക് ഫ്രെയിമാണിത്. ആർക്ക് ഫ്രെയിമാണ്. ആർക്ക് ഫ്രെയിമിലെ ആർക്ക് മാർക്കറാണ് ചാപം വരയ്ക്കുന്ന ആർക്ക് മാർക്കർ. ഇത് 12 സെൻറ്റിമീറ്ററിൻ്റേതാണ്. അതിന് താഴെ 11 സെൻറ്റിമീറ്ററിൻ്റെ ചാപം, 10 സെൻറ്റിമീറ്ററിൻ്റെ, 9 സെൻറ്റിമീറ്ററിൻ്റെ. അതുപോലെ ഇവിടെ കാണുന്നത് 85 മില്ലിമീറ്റർ ചാപം നിർമ്മിക്കാൻ കഴിയുന്ന ആർക്ക് ഫ്രെയിമാണ് കാണുന്നത്. 85 മില്ലിമീറ്റർ, 85 മില്ലിമീറ്റർ, 95 മില്ലിമീറ്റർ, 105 മില്ലിമീറ്റർ, 115 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 8.5 സെൻറ്റിമീറ്റർ, 9.5 സെൻറ്റിമീറ്റർ, 10.5 സെൻറ്റിമീറ്റർ, 11.5 സെൻറ്റിമീറ്റർ. ഇതാണ് ആർക്ക് ഫ്രെയിം. അതിലെ ആർക്ക് മാർക്കറാണ് ഈ കാണുന്നത്. ആർക്ക് മാർക്കർ 85 മില്ലിമീറ്ററിൻ്റെ 8.5 സെൻറ്റിമീറ്റർ നീളം വരുന്ന ത്രികോണം വരയ്ക്കാൻ കഴിയുന്ന ആർക്ക് മാർക്കർ. 10, 9, 12 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണങ്ങളാണ് നാം വരയ്ക്കാൻ പോകുന്നത്. ആദ്യം മാഗ്നറ്റിക് സ്ലേറ്റിൽ സ്കെയിൽ ഫിക്സ് ചെയ്യുന്നു. ഞാൻ എടുത്തിരിക്കുന്നത് 3ാമത്തെ പൊഴിയാണ് മാഗ്നറ്റിക് സ്ലേറ്റിലെ. അതിൽ 10 സെൻറ്റിമീറ്ററാണ്. പോയിൻ്റർ വെച്ച് രേഖപ്പെടുത്തുന്നു. 10 സെൻറ്റിമീറ്റർ ആദ്യം ഞാൻ ഫിക്സ് ചെയ്യുന്നത് 5ാമത്തെ സെൻറ്റിമീറ്ററിലാണ്. അതിനുശേഷം 10 സെൻറ്റിമീറ്റർ കണ്ടെത്താൻ 15ാം സെൻറ്റിമീറ്ററിൽ അടുത്ത പോയിൻ്റർ ഫിക്സ് ചെയ്യുന്നു. ഇത് കൃത്യമാണോ എന്ന് നോക്കുക സ്പർശിച്ച്. അതിനുശേഷം ബ്രെയിൽ പേപ്പർ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ബ്രെയിൽ പേപ്പർ ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ പോയിൻ്ററിലെ കൂർത്ത ഭാഗം സ്പർശിച്ചറിയുന്നു. 10 സെൻറ്റിമീറ്റർ അളവിലുള്ള പോയിൻ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൈൻ മാർക്കർ ഉപയോഗിച്ച് 10 സെൻറ്റിമീറ്റർ രേഖ വരയ്ക്കുന്നു. പത്ത് സെൻറ്റിമീറ്ററിൽ വരച്ചു കഴിഞ്ഞു. അതിനുശേഷം ലൈൻ മാർക്കർ മാറ്റുന്നു. ഫ്രെയിം എടുക്കുന്നു. ആർക്ക് ഫ്രെയിം എടുക്കുന്നു. 9 സെൻറ്റിമീറ്റർ വശമാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. 1ാമത്തെ പോയിൻ്ററിൽ ആർക്ക് ഫ്രെയിം ഫിക്സ് ചെയ്യുന്നു. ഈ വിധത്തിൽ ആർക്ക് ഫ്രെയിം പല വിധത്തിലും വയ്ക്കാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സൗകര്യാർത്ഥം കൃത്യമായി വയ്ക്കുന്നു. അതിനുശേഷം പതുക്കെ ആർക്ക് വരയ്ക്കുന്നു, ചാപം വരയ്ക്കുന്നു. ഇതാണ് നാം വരയ്ക്കുന്ന ചാപം. അതിനുശേഷം 2ാമത്തെ പോയിൻ്ററിൽ ആർക്ക് ഫ്രെയിം വയ്ക്കുന്നു. അതിനുശേഷം 12 സെൻറ്റിമീറ്ററുള്ള ചാപം ആർക്ക് മാർക്കർ ഫിക്സ് ചെയ്യുന്നു. ഈ രീതിയിൽ. അതിനുശേഷം നമ്മൾ 12 സെൻറ്റിമീറ്റർ ചാപം വരയ്ക്കുന്നു. ഈ രീതിയിൽ. ഇത് 9 സെൻറ്റിമീറ്റർ ചാപവും ഇത് 12 സെൻറ്റിമീറ്റർ ചാപവും. അതിനുശേഷം ആർക്ക് ഫ്രെയിമും ആർക്ക് മാർക്കറും നമ്മൾ മാറ്റുന്നു. മറ്റൊരു പോയിൻ്റർ എടുത്ത്
ഈ ചാപങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയ 9 സെൻറ്റിമീറ്ററും അവിടെ പോയിൻ്റർ ഫിക്സ് ചെയ്യുന്നു ഈ രീതിയിൽ. പോയിൻ്റർ ഇവിടെ ഇരിക്കുന്നു. ഇനി ലൈൻ മാർക്കർ എടുത്ത് നമ്മൾ വരയ്ക്കുന്നു. ഇതാ നോക്കൂ, 9 സെൻറ്റിമീറ്റർ വരച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ 12 സെൻറ്റിമീറ്റർ ലൈൻ മാർക്കർ വയ്ക്കുന്നു ഈ വിധത്തിൽ. അതിനുശേഷം ലൈൻ മാർക്കറിലൂടെ വരയ്ക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 10 സെൻറ്റിമീറ്റർ വശമുള്ള, 9 സെൻറ്റിമീറ്റർ വശമുള്ള, 12 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ത്രികോണമാണ്. ഇനി നമ്മൾ വരച്ച അളവുകൾ കൃത്യമാണോ എന്ന് സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്നു. ആദ്യം 10 സെൻറ്റിമീറ്റർ അടിയിലെ ത്രികോണത്തിൻ്റെ വശം അളക്കുന്നു. 0 ഇവിടെ കൃത്യമായി ഈ വശമാണ് വെക്കേണ്ടത്, ചുമരോട് ചേർന്ന്. നോക്കൂ, ഇവിടെ നിന്ന് ഇവിടം വരെ 10 സെൻറ്റിമീറ്റർ, അത് കൃത്യമാണ്. ഈ വശം 10 സെൻറ്റിമീറ്ററാണ്. അതുപോലെ ഇവിടെ നിന്ന് ഇവിടം വരെ 9 സെൻറ്റിമീറ്റർ. കളന്ന് നോക്കാം. നോക്കൂ, ഇവിടെ നിന്ന് ഇവിടം വരെ 9 സെൻറ്റിമീറ്റർ. ഇതാണ് 9 സെൻറ്റിമീറ്റർ. അതുപോലെ ഈ വശം അളന്ന് നോക്കാം. നോക്കൂ, 12 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ 10 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണമാണ് വരയ്ക്കാൻ പോകുന്നത്. സമഭുജ ത്രികോണം. ആദ്യം നമ്മൾ ഏറ്റവും മാഗ്നറ്റിക്സിൻ്റെ അടിഭാഗത്തായിട്ട് 10 സെൻറ്റിമീറ്റർ പോയിൻ്റർ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുന്നു. 10 സെൻറ്റിമീറ്റർ. അതിനുശേഷം കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നു. പേപ്പർ മറച്ചിട്ട് പോയിൻ്റർ അടയാളപ്പെടുത്തുന്നു. പത്ത് സെൻറ്റിമീറ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ലൈൻ മാർക്കർ കൃത്യമായി വയ്ക്കുന്നു. സ്റ്റൈലസ് ഉപയോഗിച്ച് 10 സെൻറ്റിമീറ്റർ വശം വരച്ചു കഴിഞ്ഞിരിക്കുന്നു. ലൈൻ മാർക്കർ മാറ്റുന്നു. അതിനുശേഷം ആർക്ക് ഫ്രെയിം, ചാപം നിർമ്മിക്കുന്ന ഫ്രെയിം ആദ്യത്തെ പോയിൻ്ററിൽ ഫിക്സ് ചെയ്യുന്നു. ഈ ഫ്രെയിമാണ് 10 സെൻറ്റിമീറ്ററുള്ള ചാപം നിർമ്മിക്കാൻ കഴിയുന്ന ഫ്രെയിം, ആർക്ക് ഫ്രെയിം. അത് ഒന്നാമത്തെ പോയിൻ്റിൽ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 10 സെൻറ്റിമീറ്റർ ആർക്ക് ഫ്രെയിം ഒന്നാമത്തെ പോയിൻ്ററിൽ ഉറപ്പിക്കുന്നു. അതിനുശേഷം ആർക്ക് മാർക്കർ 10 കാണുന്ന ഭാഗത്ത് ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആർക്ക് തൊട്ട് നോക്കിയതിന് ശേഷം 10 ചാപം വരയ്ക്കുന്നു. ഇതിപ്പോൾ 10 സെൻറ്റിമീറ്ററുള്ള ചാപമാണ് വരച്ചിരിക്കുന്നത്. അതുപോലെ ഈ ആർക്ക് ഫ്രെയിമും ആർക്ക് മാർക്കും അതുപോലെ രണ്ടാമത്തെ പോയിന്റിലേക്ക് ഫിക്സ് ചെയ്യുന്നു. ഇതേപോലെ ക്രമമായിട്ട്. അതിനുശേഷം നമ്മളുടെ സ്റ്റൈലസ് ഉപയോഗിച്ച് ഫ്രെയിം മാർക്ക് ചെയ്യുന്നു. ആദ്യത്തെ പോയിന്റിൽ നിന്നും 10 സെൻറ്റിമീറ്റർ നീളമുള്ള ചാപം വരച്ചു. രണ്ടാമത്തെ പോയിന്റിൽ നിന്നും 10 സെൻറ്റിമീറ്റർ നീളമുള്ള ചാപം വരച്ചു. ഇനി നമ്മൾ ആർക്ക് ഫ്രെയിമും ആർക്ക് മാർക്കും മാറ്റുകയാണ്. അതിനുശേഷം മൂന്നാമത്തെ പോയിന്റർ എടുത്ത് രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടിയ ഭാഗത്ത് ഈ പോയിന്റർ ഫിക്സ് ചെയ്യാൻ നമുക്ക് കഴിയും. സ്പർശിച്ചറിയാവുന്ന രീതിയിൽ ചെയ്യാം. ഇത് കൃത്യമായിട്ട് ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഈ കാണുന്നതാണ് ആ പോയിന്റ്, ത്രികോണാകൃതി. കണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലൈൻ മാർക്കർ എടുത്ത് വശങ്ങൾ വരയ്ക്കുകയാണ്. നോക്കിക്കോളൂ. 10 സെൻറ്റിമീറ്റർ ത്രികോണത്തിൻ്റെ മറ്റൊരു വശം വരച്ചു കഴിഞ്ഞു. അതുപോലെ അടുത്ത വശവും നമ്മൾ വരയ്ക്കുകയാണ്. നമ്മൾ വരച്ചത് ശരിയാണോ എന്ന് നോക്കാം. ആദ്യത്തെ 10 സെൻറ്റിമീറ്റർ കൃത്യമാണോ എന്ന് നോക്കാം.
രണ്ടാമത്തെ കൃത്യമായിട്ടും 10 സെൻറ്റിമീറ്ററാണ്. മൂന്നാമത്തെ 10 സെൻറ്റിമീറ്ററാണ്.